വിഷുവിൻ്റെ ഉച്ചയ്ക്ക് നമ്മൾ അമ്മ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഈ തൊപ്പിക്കിളി കൊണ്ടുവന്ന് കൂട് വെച്ചിരിക്കുന്ന സ്ഥലം നോക്കിക്കേ. ആൻറ്റി മണി പ്ലാന്റ് വെച്ചിട്ടുള്ള ഈ പ്ലാന്ററിൻ്റെ ഉള്ളിലാണ് പുള്ളിക്കാരത്തിയും ഹസ്ബൻഡും വന്നിട്ട് കൂടൊക്കെ വെച്ച് പിള്ളേരെയൊക്കെ വളർത്തുന്നത്. ചെയ്തില്ലാത്തൊരു ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെന്തായാലും അവിടെ ജീവിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒച്ച എനക്കൊക്കെ ഉള്ളത് കാരണം അമ്മക്കിളിക്കും അച്ഛൻകിളിക്കും ഒരിച്ചിരി പേടിയുണ്ട്. മിക്കവാറും ഞങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് ഇന്ന് തന്നെ പിള്ളേരെ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പുതിയ ചെടികളുണ്ടാവും. ഉള്ള ചെടികളൊക്കെ നമ്മൾ നോക്കി വെക്കുന്നു. നമ്മുടെ വീട്ടിലില്ലാത്ത ചെടികൾ ഇതിനകത്ത് ഉണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു തയ്യോ കൊമ്പോ ഒക്കെ എടുത്തിട്ട് പോകും. ഇതൊരു കുറേ വർഷങ്ങളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് കേട്ടോ. കോവിഡ് വന്നതിന് ശേഷം ഇത് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. ഫിലോഡെൻഡ്രൻ്റെ വെറൈറ്റി, മണി പ്ലാന്റിൻ്റെ വെറൈറ്റി, പീസ് ലില്ലി, ആമ്പൽ, പിന്നെ നമ്മുടെ നാടൻ ചെടികൾ എന്ന് പറഞ്ഞിട്ടൊരു സസ്യശേഖരമാണ് ആക്ച്വലി അമ്മ വീട്. പലതരത്തിലുള്ള സ്പൈഡർ പ്ലാന്റും ഇൻഡോർ പ്ലാന്റ്സ് ആയിക്കോട്ടെ, പുറത്ത് ഔട്ട്ഡോർ വെക്കുന്ന പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇവിടെ ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. മാമനൊക്കെ പുതിയ വീട് പണിയുന്ന കാരണം ഇപ്പോൾ ആൻറ്റി കാര്യമായിട്ട് ചെടി നടുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി. എന്നാലും ഒരു ലോഡ് ചെടികൾ ഞങ്ങൾക്കിവിടെ കാണാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ കൂടി ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചെടികൾ കാണാനുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. പുതിയ വീട്ടിലേക്ക് പോയിട്ട് വേണം ഇനിയും ആൻറ്റിയെ കൊണ്ട് കുറേ ചെടികളൊക്കെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാൻ. അവിടെ നിന്ന് കിട്ടുന്ന കൊമ്പ് കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് നടാൻ. എന്തായാലും ഞാനൊരു റൗണ്ട് വെച്ച് നടന്നു. എന്തെങ്കിലും കിട്ടിയാൽ പോരട്ടെ എന്ന് ഓർത്തിട്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ, ചെറിയ തയ്യോ ചെടിയോ ഒക്കെ ഉണ്ടാവും.